നമസ്തേ, യോഗയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആർത്രൈറ്റിസ് കണ്ടീഷനിൽ ചെയ്യാൻ പറ്റുന്ന ആസനാസാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന അർദ്ധ പത്മാസന, പൂർണ്ണ പത്മാസനയല്ല, പത്മാസനയുടെ പകുതി. അപ്പോൾ കൂടുതലായിട്ടും നമുക്ക് ആ ആസനയുടെ ബെനിഫിറ്റ്സ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ മുട്ടിനും അതുപോലെ തന്നെ ഹിപ്പ് ജോയിൻസിനുമാണ്, ഇടുപ്പെല്ലിനുമാണ് അതിൻ്റെ ആ ആസനാസ് കൊണ്ടുള്ള ഫലം കിട്ടുന്നത്. കൂടുതൽ ആൾക്കാർക്കും കൂടുതലായിട്ടും വേദന വരുന്നതും മുട്ടിലും ഇടുപ്പ് ഭാഗത്തുമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അർദ്ധ പത്മാസന ചെയ്യാൻ പോകുന്നത്. നമുക്കിന്ന് ചെയ്യാം അർദ്ധ പത്മാസന. കാലുകൾ നീട്ടി വയ്ക്കുക. കൈ രണ്ടും ബട്ടക്സിൻ്റെ രണ്ട് സൈഡിൽ വെച്ച് നിവർന്നിരിക്കണം. അതിനുശേഷം വളരെ സാവധാനത്തിൽ മുതുകുഭാഗത്തിൻ്റെ ആ സ്പൈൻ സ്ട്രെയിറ്റ് ആയിരിക്കണം. അത് മുതുകുഭാഗം ഓൾട്ടർ ചെയ്യാതെ വളരെ പതുക്കെ നിങ്ങളുടെ വലത്തെ കാല് മടക്കി ഇടത്തെ തൈസിൻ്റെ മുകളിലോട്ട് വയ്ക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഹിപ്പ് സ്റ്റഡി ആയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ തൈസും തൈസും ഹിപ്പ് ജോയിൻറ്റിലുള്ള ആ പെയിൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റൂ. മാക്സിമം കയറ്റി വയ്ക്കുക കാല്. അപ്പോൾ തന്നെ നമ്മളുടെ ഹിപ്പ് ജോയിൻറ്റ് വലിയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതിനുശേഷം അടുത്തേ കാല്, അതായത് ഇടത്തെ കാലെടുത്ത് നിങ്ങളുടെ വലത്തെ കാലിൻ്റെ അടിയറ്റം, അതായത് ഏകദേശം നിങ്ങളുടെ ബട്ടക്സിനോട് ചേർത്ത് വയ്ക്കുക. കാൽ ഒരു നീ പൊങ്ങിയിരിക്കും, അത് സാരമാക്കണ്ട. മറ്റേ കാല് ഏറ്റവും അടിയിലോട്ട് ബട്ടക്സിനോട് ചേർത്ത് വയ്ക്കണം. മുകളിലിരിക്കുന്ന കാല് ഹിപ്പ് ജോയിനിലോട്ട് ചേർത്ത് വയ്ക്കണം. അർദ്ധ പത്മാസന. എന്നിട്ട് നമ്മൾ നിവർന്നിരിക്കുമ്പോൾ ഒരു കൈ കൊണ്ട് മുദ്രയിൽ വയ്ക്കുക, മറ്റേ കാല് മാക്സിമം താഴ്ത്തി വെക്കണം. താഴ്ത്തി വയ്ക്കുമ്പോൾ സ്ട്രെച്ചിങ് മുകൾ ഭാഗത്താണ് ഫീൽ ചെയ്യുന്നത്. ഈ ഭാഗത്തല്ല സ്ട്രെച്ചിങ് ഫീൽ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്ന് തന്നെ അർത്ഥം. മുകൾ ഭാഗത്ത് സ്ട്രെച്ചിങ് ഫീൽ ചെയ്യണം. അടുത്ത കൈ മുദ്രയിൽ വെച്ച് കണ്ണടച്ച് റിലാക്സ് ചെയ്തിരിക്കണം. ഇതാണ് അർദ്ധ പത്മാസന. ആസന ഇരുന്നതിന് ശേഷം റിലീസ് ചെയ്യുമ്പോൾ പതുക്കെ കണ്ണ് തുറക്കുക. കൈകൾ റിലീസ് ചെയ്ത് ആദ്യം വച്ച കാല് അവസാനമേ എടുക്കാവൂ. ആദ്യം വെച്ച കാല് ആദ്യമേ ഉയർത്താൻ പാടില്ല. മുകളിലിരിക്കുന്നതുകൊണ്ട് നമുക്ക് ടെൻഡൻസി കാണും ആദ്യം നിവർത്താൻ പാടില്ല. അവസാനം വെച്ച അടിയിൽ വെച്ച കാലിനെ നിവർത്തി വയ്ക്കുക. അതിനുശേഷം വലത്തെ കാലിനെ നിവർത്തി വയ്ക്കുക. ഇതിപ്പോൾ നമ്മൾ ഒരു സൈഡ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, നിങ്ങൾ റൈറ്റ് സൈഡ് ബോൺ മാത്രമാണ് സ്ട്രെച്ച് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡ് നീ ജോയിൻറ്റ്, തൈസ്, ഹിപ്പ് ജോയിൻറ്റ്. ഇതേപോലെ നമ്മൾ ഇപ്പുറത്തെ സൈഡും ചെയ്യണം. അതിനും നമ്മൾ നിവർന്നിരിക്കുക. സ്പൈൻ സ്റ്റഡിയാക്കാൻ വേണ്ടി ബട്ടക്സിൻ്റെ രണ്ട് സൈഡിൽ കൈവച്ച് നടുഭാഗം സ്റ്റഡിയാക്കി ഹിപ്പ് തറയിൽ പ്ലേസ് ചെയ്യുക. അതിനുശേഷം വളരെ പതുക്കെ ഇടത്തെ കാലെടുത്ത് നിങ്ങളുടെ വലത്തെ തൈസിൻ്റെ മുകളിലേക്ക് വെക്കണം. വച്ച് പ്ലേസ് ചെയ്തതിന് ശേഷം വലത്തെ കാല് മടക്കി ഇടത്തെ ബട്ടക്സിനോട് ചേർത്ത് വയ്ക്കുക. വൺസ് റെഡിയായി ഇരുന്നതിന് ശേഷം കൈകൾ മുദ്രയിൽ വെച്ച് ഇടത്തെ മുട്ട് താഴോട്ട് പ്രസ് ചെയ്ത് വയ്ക്കുക. ഫീൽ ദ സ്ട്രെച്ചിങ്. കണ്ണടച്ച് വെച്ചുകൊണ്ട് ആ വലിവ് ശ്രദ്ധിച്ചുകൊണ്ട് റിലാക്സ് ചെയ്തിരിക്കണം. 5 മിനിറ്റ് നേരത്തേക്കെങ്കിലും നമ്മൾ ഈ ആസനം മെയിൻറ്റെയിൻ ചെയ്യണം. റിലീസ് ചെയ്യാൻ പോകുമ്പോൾ പതുക്കെ കണ്ണുകൾ തുറക്കുക. കൈകൾ റിലീസ് ചെയ്ത് അവസാനം വെച്ച കാല് ആദ്യം നിവർത്തി വയ്ക്കണം. അതിനുശേഷം മുകളിലത്തെ കാല് റിലീസ് ചെയ്യുക. രണ്ട് കാലും റിലീസ് ചെയ്തതിന് ശേഷം രണ്ട് കാലും അകത്തി കൈ രണ്ടും പുറകിൽ വെച്ച് നടുഭാഗം സ്റ്റഡിയാക്കി വയ്ക്കണം. ഇങ്ങനെ വളഞ്ഞിരിക്കാൻ പാടില്ല, നിവർന്നിരിക്കുക. റിലാക്സേഷന് ശേഷം നമുക്ക് പതുക്കെ പഴയ അവസ്ഥയിലോട്ട് വരാം. കാലുകൾ ചേർത്ത് വെച്ച് കൈകൾ ചേർത്ത് വെച്ച് റിലീസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചെയ്തത് അർദ്ധ പദ്മാസന. ആർത്രൈറ്റിസ് കണ്ടീഷനിൽ എങ്ങനെ ചെയ്യാം ശ്രദ്ധിച്ചു. അപ്പം ഞാൻ പറഞ്ഞതുപോലെ വളരെ സാവധാനത്തിൽ ഓരോ കാലുകളെടുത്ത് മടക്കി വയ്ക്കുക. ഓരോ കാലുകൾ വയ്ക്കുമ്പോഴും അതാത് ഭാഗങ്ങൾ, കാല് മടക്കുമ്പോൾ മെയിനായിട്ടും നീസിലും തൈസിലുമായിരിക്കും സ്ട്രെച്ചിങ്. ഈ സ്ട്രെച്ചിങ് വരുന്നത് നിങ്ങളുടെ ഹിപ്പ് ജോയിൻറ്റിൽ നിന്നായിരിക്കും. ഈ സ്ട്രെച്ചിങ് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. എല്ലാ ആസനാസും 5 മിനിറ്റ് നേരമെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. താങ്ക് യു.